ഹായ്, ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്ന സാധനം. ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ഇത് ഒരു സാമ്പ്രാണിത്തിരിയോ അല്ലെങ്കിൽ ഇതൊരു പൂക്കുറ്റിയോ അങ്ങനെ വല്ലതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനമല്ല ഇത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഡെക്കാൾസ് ഡിസൈൻ ഹാങ്ങിങ് ബേർഡ്സ് കേജ് വിത്ത് ഫ്ലവേഴ്സ് വോൾ സ്റ്റിക്കർ എന്നാണ് കേട്ടോ ഗൈസ്. ഇവിടെ വേണ്ടേ, ഇവിടെ അത് നല്ല രീതിയിൽ ഫോക്കസ് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനമാണിത്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ ഉപയോഗം എന്നാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കലാപരമായിട്ട് ഉള്ള ഒരു കഴിവൊക്കെ ഉള്ളവർക്കാണ് ഇത് പെട്ടെന്നൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. സക്സസ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സെറ്റപ്പ് സാധനമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്നതാണോ ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്നത്. ഇത് ജസ്റ്റ് നമുക്കിതിനകത്തുനിന്ന് പൊട്ടൊക്കെ തള്ളി പുറത്തോട്ട് ഇറക്കുന്ന പോലെ ഇങ്ങനെ സാധനം കൊണ്ടുവരാം. ഇത്രേ ഉള്ളൂ. ഇത് കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് ഇതിനകത്ത് ഈ ഒരു പ്രോഡക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതിപ്പോൾ 5 എന്നാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ തലതിരിച്ചായിരിക്കും കാണുന്നത്. ഇത് 5 എന്നാണ് എഴുതിയേക്കുന്നത്. 2, 7 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 ഷീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ഡിസൈൻ. ഇതൊരു വോൾ സ്റ്റിക്കറാണ്. അപ്പം ഇതിനനുസരിച്ചിട്ട്, അതായത് നമ്മളുടെ ഇപ്പം നിങ്ങൾ ഈ ബാക്കി കാണുന്ന ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇപ്പോൾ ആ ഒരു പ്ലെയിനായിട്ട് കിടക്കുന്ന സ്പേസ്, അവിടെ ഞാനിത് ഒട്ടിക്കാനായിട്ട് പോവാം. ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഡിസൈനൊക്കെ നമുക്ക് താണ്ട് ഇതുപോലെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി തന്നിട്ടുണ്ട് എവിടെയാണ് ഏതാ ഒട്ടിക്കേണ്ടതെന്നൊക്കെ. ഇവിടെ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റിക്കറും പല സ്ഥലത്തായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ച് നോക്കാം, എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സർഫസ് ഉണ്ടല്ലോ, ഇത് നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യണം. അവിടെ നല്ല രീതിയിൽ പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ചൂലും ഓൺലൈനായിട്ട് മേടിച്ചതാണ് കേട്ടോ. നിങ്ങൾക്കും ഓൺലൈനായിട്ട് ഇതുപോലെ കടയിൽ കിട്ടും. എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കും ഇത് ഓൺലൈനായിട്ട് മേടിക്കാം ഗൈസ്. ഗൂഗിളിനകത്ത് കയറിയിട്ട് നിങ്ങൾ ചൂൽ ഓൺലൈൻ എന്നൊന്നും സെർച്ച് ചെയ്യരുത് കേട്ടോ. ചൂൽ ഓൺലൈനിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളെന്നൊക്കെയാണ് വരുന്നത്. സ്കൂളിൻ്റെ കുറേ പടങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ചൂലിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്രൂം എന്നാണ്. ബ്രൂം ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു സാധനം ഓൺലൈനായിട്ട് മേടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് ഇനി തന്നെ ഞാൻ നിങ്ങളെ മുമ്പേ കാണിച്ച ഒരു സാധനം, ഇതാണ് നമ്മുടെ ഡിസൈൻ. അപ്പോൾ ഇതിനകത്ത് ഈ മേളിൽ കാണുന്ന ഇതുണ്ടല്ലോ, ഇതാണ് ഒന്നൊന്നും പറഞ്ഞുകൊണ്ട് അവർ തന്നിരിക്കുന്നത്. അപ്പം ഒന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇതാണ്ട് ഇവിടെ ആ ഒരു പടം തന്നെ തന്നിട്ടുണ്ട്. കുറച്ച് വലിപ്പത്തിലാണ്. അപ്പോൾ ഇതാദ്യം പൊളിച്ചിട്ട് നമുക്ക് ആ ഭിത്തിയിലോട്ട് ഒട്ടിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ താണ്ട് ഇങ്ങോട്ടൊന്ന് നോക്കി. ഇതായിരുന്നു നമുക്ക് അവർ തന്നിരുന്ന ഡിസൈന്. ഈ ഡിസൈന്
അപ്പോൾ ഈ ഒരു ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മുടെ വോളിൽ ഇതുപോലെ നമ്മൾ നല്ല മനോഹരമായിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു വോൾ സ്റ്റിക്കറും കൂടെ വരും. ഇതിൻ്റെ പേര് ബേഡ്സ് കേജ് വിത്ത് ഫ്ലവേഴ്സ് വോൾ സ്റ്റിക്കർ എന്നാണ് കേട്ടോ. അപ്പോൾ ബേഡ്സ് കേജ് വിത്ത് ഫ്ലവേഴ്സ് വോൾ സ്റ്റിക്കർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വോൾ സ്റ്റിക്കർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ചിലർക്കെങ്കിലും ഇത് മേടിച്ച് വീട്ടിൽ ഒട്ടിച്ചാൽ കൊള്ളാവുന്ന ഒരു താല്പര്യം കാണും. നിങ്ങളുടെ റൂമിനകത്തൊക്കെ നല്ലൊരു രസമാണ്, നല്ലൊരു ആംബിയൻസാണ് നമുക്ക് ഇതുപോലെയുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ. നമുക്ക് ആമസോണിനകത്ത് ലഭിക്കും കേട്ടോ, ഓൺലൈനായിട്ട് ലഭിക്കും. ഇതിനകത്ത് ഇതിൽ എഴുതിയിരിക്കുന്ന ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 664 രൂപ എന്നൊക്കെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആമസോണിനകത്തു നിന്ന് ഞാൻ മേടിച്ചപ്പോഴത്തേക്കിന് ഇതിന് 114 രൂപയേ ഉള്ളായിരുന്നു. 114, പിന്നെ ഡെലിവറി ചാർജ് വരുന്നുണ്ട് ഒരു 40 രൂപ. അങ്ങനെ 154 രൂപയാണ് ഇതിന് വന്നത്. ഇതിനകത്ത് 600-ന് മേളിലൊരു റേറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ആമസോണിനകത്തു നിന്ന് നിങ്ങൾക്ക് മേടിക്കാം. അതിന് ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഇത് കിട്ടുന്ന ആ ഒരു ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് നല്ലൊരു രസമാണ്. ഇതിൻ്റെ പല ഡിസൈൻസ് ഉണ്ട് കേട്ടോ. ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഇതായിരുന്നു, അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല വേറെ ഡിസൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് മേടിച്ച് ഇങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ കലാപരമായിട്ട് വലിയൊരു നമുക്കൊരു കഴിവിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിനകത്ത് അവർ കറക്റ്റായിട്ട് ഇങ്ങനെ തരുന്നുണ്ട്. 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് എവിടെയാണ് ഏത് സ്റ്റിക്കറാണ് ഒട്ടിക്കേണ്ടതെന്നൊക്കെ തരുന്നുള്ളതുകൊണ്ട് നമുക്കിതുപോലെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കൾക്കും എത്തിച്ചു കൊടുക്കുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലും കൂടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഫോണിനകത്ത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.